ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുകയും ചെയ്യുക. മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് പഠിക്കുവാനും മാർക്കറ്റിൻ്റെ ഓവറോൾ വ്യൂ അറിയാനും എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ന് അമേരിക്കയുടെ കുറച്ച് ഡേറ്റ ഒക്കെ ഇന്നലെ വന്ന FOMC ആദ്യമേ പറയുകയാണെങ്കിൽ ഇന്നലെ വന്ന FOMC മീറ്റിൽ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടില്ല, കുറച്ചിട്ടില്ല. സോ കുറച്ചിരുന്നെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് റിസഷനിലേക്ക് പോകുമെന്നൊരു പ്രതീതി മാർക്കറ്റിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആ പ്രതീതി അവിടെ വെച്ച് അടച്ചുകൊണ്ട് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റ് ഇന്നലെയും മെയിൻറ്റെയിൻ ചെയ്തത്. ഇന്ന് വന്ന മോർണിംഗിൽ വന്ന നമ്മുടെ മാർക്കറ്റിൻ്റെ ഡേറ്റയൊക്കെ നമുക്കല്ല, ഇപ്പോൾ വൈകിട്ട് വന്ന അമേരിക്കയുടെ മാർക്കറ്റിൻ്റെ ഡേറ്റയൊക്കെ കുറച്ച് പോസിറ്റീവായിട്ട് വളരെ വെരി നെഗറ്റീവ് ഡേറ്റ ഒന്നുമല്ല. ഫിലാഡൽഫിയിലെ ഫെഡ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് വന്ന് വളരെയധികം കൂടി 8.8 പ്രതീക്ഷ 12.5 വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് നല്ല പോസിറ്റീവായിട്ട് ഡേറ്റയൊക്കെയാണ് അമേരിക്കൻ മാർക്കറ്റിലൊക്കെ വന്നിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിഫ്റ്റി 23,155 ട്രേഡ് ചെയ്യുന്നത്. വൈകിട്ട് 6:30 മണിയാണ് സമയമായിട്ടുള്ളൂ. സോ നമ്മുടെ മാർക്കറ്റ് ഇന്ന് കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിടില്ല. നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ എൻ്റെ ബുള്ളിഷ് റെഫറൻസ് പൊട്ടി ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ്. R1 ഒന്നും അത് സപ്പോർട്ട് എടുത്ത് R2 മുകളിൽ പറന്ന് കയറി പോവുകയും ചെയ്തു. ബാങ്ക് നിഫ്റ്റി നോക്കിയാലും കൃത്യമായി പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസിൻ്റെ ഭാഗത്ത് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് R1ഉം R2ൻ്റെ അടുത്ത് വരെ പോയി. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഇന്ന് കുറച്ചൊന്നും ഒരു സ്ട്രെച്ച്ഡ് റാലി ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി അധികം ഒരു മൂവ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ നിഫ്റ്റി അടിപൊളി അടാറ് മൂവ്മെൻ്റാണ് നിഫ്റ്റി ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നിന്ന്. കിടിലൻ ഒരു ട്രെൻഡിങ് ഡേ ഒക്കെ ആയിരുന്നു നിഫ്റ്റിയിൽ വന്നിരുന്നത്. സോ നമുക്ക് ഇനി വേറെ വലിയ ന്യൂസുകളൊന്നുമില്ല. നാളെ വെള്ളിയാഴ്ചയാണ്, എക്സ്പയറി കഴിഞ്ഞു. അടുത്ത ഒരാഴ്ച ആകുമ്പോൾ നമ്മളെ മന്ത്ലി എക്സ്പയറി 27-ാം തീയതി വരെയാണ്. സോ എല്ലാ കാര്യങ്ങളൊക്കെ കൊണ്ട് മാർക്കറ്റ് വേണമെങ്കിൽ ആ ഒരു രീതിക്കൊക്കെ വേണമെങ്കിൽ മാർക്കറ്റ് ഈ ഭാഗത്ത് കിടന്ന് കളിക്കാനോ അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ചും കൂടി ഒരു മൂവ്മെൻറ്റ് തരവില്ലേ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ട് വെച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റി നമ്മൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി വ്യക്തമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു. നമ്മുടെ POC വന്ന് 49,963 ഭാഗത്താണ്. ഇമ്പോർട്ടായ നമ്മുടെ POCയുടെ ഭാഗത്തൊക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് POCയുടെ പോളിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 49,963 നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ POC. അപ്പം ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്തേക്കാം. 49,963 അത് ഞാനൊന്ന് മാർക്ക് ചെയ്തു. 49,963 ആണ് നമ്മുടെ POC വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ. ഈ ബാങ്ക് നിഫ്റ്റി ഒരു ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്പൊക്കെയാണ്. എന്നാൽ വലിയ രീതിയിലൊരു മൂവ്മെൻ്റ് ഒന്നും ബാങ്ക് നിഫ്റ്റിക്ക് പ്രതീക്ഷയൊന്നും തന്നിട്ടില്ല. അതൊക്കെ എല്ലാം തന്നെ എക്സ്പയറിയിൽ ഒരു കിടില മൂവ് വന്ന നിഫ്റ്റിയും കൂടെ ആയിരുന്നു. സോ നമ്മുടെ ഇനി ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് റെഫർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 50,245 മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബുള്ളിഷ് മൊമെൻറ്റം ഇനി നിങ്ങൾ നോക്കിയാൽ മതി. എത്രയാണ്? 50,245 50,245 മുകളിൽ മാത്രം നിങ്ങളൊരു ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബുള്ളിഷ് മൊമെൻറ്റം നോക്കിയാൽ മതി. അത് നമുക്ക് നല്ല രീതിയിലൊരു മൊമെൻറ്റം തരാനും അത് ഫസ്റ്റ് ആകുന്ന നിലയിൽ പഴയ ലെവലിൻ്റെ ഭാഗത്തേക്ക് ഏതാണ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 50,450 ഭാഗത്തേക്ക് ഫസ്റ്റ് 50,450 54,551 അതായത് 50,450 R1 എന്ന് പറഞ്ഞ ബാങ്ക് നിഫ്റ്റിക്ക് വരുന്നത്. അതിന് മുകളിൽ R2 എന്ന് പറയുന്നത് 50,603 5603. അതിനപ്പുറത്തേക്ക് ഒരു മൊമെൻ്റ് ഒന്നും ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് പ്രതീക്ഷിക്കുന്നില്ല. സോ നിങ്ങൾ നോക്കി അറിയാൻ പറ്റുന്ന R2ൻ്റെ ആ ഭാഗത്തൊക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി കിടന്ന് കളിച്ചത്. സോ 55,451 അതിന് മുകളിൽ 54,551 അതിന് മുകളിൽ 5603 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി സ്ട്രെച്ചിലാണെങ്കിൽ അവ എന്ത് ചെയ്യണം? താഴേക്ക് ഇറങ്ങി വന്ന് ഫസ്റ്റ് ഈ POC കയറണം. അപ്പോൾ ഫസ്റ്റ് നമ്മളെ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യണം 49,759 താഴെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യണം. 49,759 ഭാഗത്താണ് ബെയറിഷ് റെഫറൻസ് ബാങ്ക് നിഫ്റ്റിക്ക് സ്പോട്ട് ചാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 49,759 താഴെയാണ്. അതിന് താഴെ വരുന്ന ഫസ്റ്റ് ആഗ്രഹം നമ്മുടെ ഈ POC ആണ്. 55,62 ഭാഗത്തേക്ക് വരാം.
S1 എന്ന് പറയുമ്പോൾ 50,562 ഭാഗത്തേക്ക് വരാം. 49,562 ഭാഗത്തേക്ക് വരാം. സോറി, 50 അല്ല, 49,562 ഭാഗത്തേക്ക്, നമ്മുടെ ഇന്നലത്തെ POC ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്തത് 49,349 എന്ന് പറഞ്ഞാൽ പഴയ ഒരു POC, 49,349 എന്ന് പറഞ്ഞാൽ പഴയ ഒരു POC ഭാഗത്തേക്ക് വരാം. 49,349 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതൽ. അപ്പം ചുരുക്കി പറഞ്ഞാൽ 49,759 പൊട്ടുകയാണെങ്കിൽ ആ 759 പൊട്ടിയാൽ അതാണ് 49,562, അതിന് താഴെ 49,349 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കണേ നിഫ്റ്റിയാണ് ഇന്ന് കിഡിലം റാലി തന്നത്, ഒരു കിഡിലം സൂപ്പർബ് മൂവ് തന്ന ദിവസമാണ് നിഫ്റ്റി. നമുക്ക് നോക്കേണ്ട നിഫ്റ്റിയുടെ ഇന്നത്തെ POC, നിഫ്റ്റി ഒരു ട്രെൻഡിങ് അപ്വേർഡ് ആണ്. POC കൃത്യമായിട്ട് പറഞ്ഞാൽ നിഫ്റ്റി 23,094, 23,094 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 165 ഭാഗത്താണ്. POC മറിച്ച് ചെയ്യാൻ സമയം കിട്ടിയില്ല. ട്രെൻഡ് അപ്പാണ്. 23,094 നമ്മുടെ നിഫ്റ്റിയുടെ POC വരുന്നത്. അപ്പം അതൊരു ട്രെൻഡ് അപ്പം കൂടെ ആയതുകൊണ്ട് ആ POCക്ക് മെർജ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. സോ ഇതിൻ്റെ ഭാഗത്തൊക്കെ നാളെ മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ എടുക്കാം. സോ 23,094 ഭാഗത്താണ് നിഫ്റ്റിക്ക് നിൽക്കുന്നത്. അതിനും വ്യക്തമായി നോക്കാം. അതിനും ഇനി ബുള്ളിഷ് റെഫറൻസ് തന്നെ ഒരു കാര്യത്തുള്ള ഈ POC കണ്ടോ, 23,232 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ. 23,000 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 23,232 ഭാഗത്ത് മാത്രം നിങ്ങൾ നോക്കി അതിന് മുകളിൽ പോയെങ്കിൽ മാത്രമേ നിങ്ങൾ സസ്യമെങ്കിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ നിഫ്റ്റിയിൽ ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആകുന്ന നിഫ്റ്റി എവിടം വരെ പോവാം? 23,000 നിഫ്റ്റിയെ സംബന്ധിച്ച് വേറെ ഒരു ലെവൽ നമ്മൾ കാണുന്നില്ലെങ്കിൽ കൂടി പഴയ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കുറേ ലെവലിൻ്റെ ഭാഗത്തേക്ക് നിഫ്റ്റി പോകുന്നുണ്ട്. സോ 23,232 ഭാഗത്ത് വരികയാണെങ്കിൽ ഫസ്റ്റ് ആകേണ്ട നിലയിൽ 23,303 നിഫ്റ്റിക്ക് സംബന്ധിച്ച് 23,303 എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് R1, 23,303 ഭാഗത്തേക്ക് R1. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 23,389 ഭാഗത്തേക്ക്, എവിടെയാണ് 23,389 എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത 11 ഫെബ്രുവരിയുടെ ഭാഗത്തേക്ക് 23,390, R2 എന്ന് പറയുമ്പോൾ 23,390 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് മൂവ്മെൻറ്റ് പറഞ്ഞെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പ് വന്ന് മാത്രമേ വരുള്ളൂ, ഇല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് കിടന്ന് കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് ബെയറിഷ് റെഫറൻസ് നോക്കണമല്ലോ. അതായത് നമുക്ക് താഴേക്ക് ഇനി നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ഒരു ഹോൾട്ട് ചെയ്ത് താഴേക്ക് വരുമെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 23,074 താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഒരു നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. 23,074 താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ബെയറിഷ് റെഫറൻസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നിഫ്റ്റി ചെറുത് മാത്രമേ ഉള്ളൂ, വലിയ രീതിയിൽ നോക്കണ്ട, അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതിനെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം കൃത്യമായിട്ട് പറഞ്ഞാൽ 22,972 ഭാഗത്തേക്ക് വരാനും 22,000 ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 22,972 ആണ്. 22,900 S1 എന്ന് പറയുമ്പോൾ 22,972 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പോകാനും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ 22,931 ഭാഗത്തേക്ക് ഈ ഒരു POC ഭാഗത്തേക്ക് വരാം. 22,930 ഭാഗത്തേക്ക് എത്രയാണ്? 22,930 ഭാഗത്തേക്ക് വരാനും S2 ആണ് അവിടെ. S2 അതിന് താഴെ S3 എന്ന് പറയുമ്പം വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ POC നമ്മുടെ ഇന്നലത്തെ POC ആയ 22,875 ഭാഗത്തേക്ക് വരാം. 22,875 S3 എന്ന് പറയുമ്പം 22,875 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ ഓർത്തോളുക, 23,074 നല്ല കുറച്ചും കൂടെ ഞാൻ ബെയറിഷ് റെഫറൻസ് മാറ്റി വയ്ക്കാം. 23,050 ആ 23,050 താഴെ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചൊരു ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്ത് 22,972, അതിന് താഴെ 22,930, അതിന് താഴെ 22,875 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. സോ നമ്മുടെ പുതിയ ബാച്ച് ഈ വരാൻ പോകുന്ന തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലൈവ് ട്രേഡിങ്ങും എന്തുവാണ് സെറ്റപ്പും ബാക്കിയെല്ലാം പഠിപ്പിച്ച് ട്രേഡിങ് നിങ്ങളെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് തരുന്നൊരു സെറ്റപ്പ് ട്രേഡിംഗ് ഫ്ലോർ ഞാനിവിടെ കഴിഞ്ഞ ജാനുവരിയിൽ
ഈ ജാനുവരിയിൽ ഇവിടെ തുടങ്ങിയായിരുന്നു ട്രിവാൻഡ്രത്ത് വെച്ച്. ഇപ്പം നിങ്ങൾക്ക് അതിൽ ട്രേഡ് ചെയ്ത് പഠിക്കണം, നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റപ്പുകളും എങ്ങനെയാണ് അൺഫിനിഷ്ഡ് ബിസിനസ് വെച്ചുള്ള ട്രേഡ് സെറ്റപ്പ് ഓർഡർ ഫ്ലോ ഒക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ എല്ലാം പഠിക്കണം. നിങ്ങൾക്ക് ഒരു ലൈവായിട്ട് ട്രേഡ് ചെയ്ത് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രേഡിംഗ് ഫ്ലോറിലേക്ക് വരാം. ഞാൻ നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്തുതരാം. ഇവിടെ കുറേ ട്രേഡേഴ്സ് ഉണ്ട്, അവരെ കൂടെ ഇരുന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാനും നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു ഒറ്റയ്ക്കുള്ള ആ ടെൻഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിക്ക് നമുക്ക് പോകാനുള്ള സാധ്യതയും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഈ വീഡിയോ കാണുക, ചാനൽ കാണുക. കുറച്ച് വ്യൂസൊക്കെ കുറയുന്നുണ്ട്. അപ്പോൾ ദയവായി നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും നിങ്ങളുടെ വ്യൂവർഷിപ്പും കൂട്ടുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ.